വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലിയാക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഇപ്പോൾ പെൻഷൻ ഇലക്ഷൻ കാലത്ത് 2 കൊടുക്കും. ഈയിടെയായിട്ട് പെൻഷൻ വാങ്ങിക്കുന്നത് കൈക്കൂലിയാണ്, വോട്ടർമാർക്ക് കൈക്കൂലി കൊടുക്കുകയാണെന്ന് ഈ KC വേണുഗോപാൽ പറഞ്ഞ പത്രങ്ങളിൽ കൂടി കണ്ടു. മഹാമോശത്തരവും വൃത്തികെട്ടതുമായ ഒരു പ്രയോഗമാണ് അത് നടത്തിയിട്ടുള്ളത്. വോട്ടർമാരെയും ഞാൻ പെൻഷൻ വാങ്ങിക്കുന്ന ആളാണ്. വോട്ടർമാരെയും പെൻഷൻ വാങ്ങിക്കുന്നവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വാക്കാണ് അത് പ്രയോഗിച്ചിരിക്കുന്നത്. തിരുത്തന്നെ വേണം. ഞാൻ പാർട്ടി പ്രവർത്തകനോ അങ്ങനത്തെ ഒരു അനുഭാവിയൊന്നുമല്ല. സാധാരണ കൂലിപ്പണിക്ക് വേണ്ടി ജീവിക്കുന്നതാണ്. നമുക്ക് ഈ പെൻഷൻ കിട്ടുന്നത് എത്രയോ എന്ത് ഉപകാരമാണെന്ന് എനിക്കറിയോ, എല്ലാവർക്കും അറിയുന്നല്ലേ. ഇതിപ്പോൾ ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവില്ല. ഇങ്ങനെ പറയേണ്ട ആവശ്യം അദ്ദേഹത്തിനുണ്ടായി എന്താണ് സാധാരണക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവണം. ഇത് കിട്ടിയിട്ട് മരുന്ന് വാങ്ങണ എത്ര ആൾക്കാരുണ്ട്, എന്തെല്ലാം ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളികൾ എല്ലാവരും ഉണ്ട്. ഞാനും ഇതേമാതിരി പെയിൻറ്റ് പണി പോകുന്ന ആളാണ്. ഇപ്പോൾ മഴക്കാലമാണ്, പണിയില്ലാതെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ഇത് കിട്ടുമ്പോൾ എന്തൊരാശ്വാസമാണ്. 600 രൂപ ആയിരുന്നു പെൻഷൻ, അത് മാറ്റി ഇപ്പോൾ 1600 ഇതൊക്കെ നമുക്ക് കിട്ടുമ്പോൾ എന്തെല്ലാം ആശ്വാസങ്ങളാണെന്നറിയോ ഈ കിട്ടുമ്പോൾ. അപ്പോൾ അത് ഇമ്മാരുടെ വർത്തമാനം അവർ പറയാൻ പാടില്ല. 18 മാസം കുടിശ്ശിക തീർത്തും അത് നമുക്ക് 3 കൊല്ലമായിട്ടാണ് കിട്ടുന്നത്. അത് ഇപ്പോൾ നമുക്ക് യാതൊരു കുടിശ്ശികയില്ല, നമുക്ക് ഫുള്ളായിട്ട് തന്നു തീർത്തു. ഇപ്പോൾ 2 മാസത്തെ കിട്ടി. മരുന്ന് വാങ്ങാനുള്ള മരുന്ന് വാങ്ങി ഓരോ ആവശ്യങ്ങൾ നമുക്ക് നടത്തേണ്ടതിനോട്. അപ്പോൾ ഈ ഒരു വർത്തമാനത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇപ്പോൾ ഓർക്ക് പറഞ്ഞുകൂടാത്ത വർത്തമാനം വല്ലതും ഉണ്ടോ? കൈക്കൂലിയാണ്, അല്ലെങ്കിൽ ഓര് ഭരിച്ചീന് തന്നെ ഇപ്പോൾ എത്ര മാസം പൈസ ഉണ്ടായിരുന്നു, അതൊക്കെ പോലെ അധികാരത്തിൽ കയറിയിട്ടല്ലേ നമുക്ക് കിട്ടിയത്. കംപ്ലീറ്റ് ഉണ്ടാകുന്നിരിക്കണം. ഇപ്പം ഇവരല്ലാണ്ട് മറ്റുള്ളവരെ കൊണ്ട് ഒരു തരുവില്ല, ഇല്ലായിട്ടല്ലല്ലോ. അപ്പോൾ പിന്നെ അത് ഇടതുപക്ഷം തന്നെയാണ് വേണ്ടത്. അങ്ങനെ ഓരോ മാസം കൂട്ടി തന്നു. ഇപ്പോൾ 2-3 മാസം പാവങ്ങൾക്ക് കിട്ടുന്ന ഒരു ഉപകാരം തന്നെ. മരുന്ന് വാങ്ങാൻ കിട്ടിയിട്ട് വേണം. കൈക്കൂലിയെല്ലാം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും പറയും. സുഖമില്ലാത്തവർക്ക് കൊടുക്കുന്നതാണെന്ന്. ജയിച്ചാലേ നമുക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. അപ്പോഴേ പെൻഷൻ കിട്ടുള്ളൂ. അപ്പോൾ പാവങ്ങൾ അതന്നെ. അങ്ങനെയൊന്നല്ല, അങ്ങനെ നമുക്ക് കിട്ടേണ്ടതല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, നമുക്കിപ്പോൾ ഇത്രയും കാലം ഒരു 12 മാസം കുടിശ്ശേക്ക് കിട്ടിയിട്ട് ഇവര് വന്നതിന് ശേഷം നമുക്ക് കംപ്ലീറ്റ് കിട്ടാൻ തുടങ്ങിയത്. അത് പാക്കാതെ കിട്ടലുണ്ടല്ലോ. ഈ മാസം 2 മാസത്തെ ഒന്നിച്ച് കിട്ടി. പെൻഷൻ ഒന്നും ഇതുവരെ കിട്ടാതൊന്നുമില്ല. കൈക്കൂലിയായിട്ട് ആരും ഇതുവരെ തന്നിട്ടില്ല. പെൻഷൻ ഇപ്പോൾ സാധാരണ നമുക്ക് തരുന്നതല്ലേ, അത് തന്നിട്ടുണ്ട്. 60 വയസ്സ് കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കുന്നവർക്ക് അങ്ങനെ കൈക്കൂലിയായിട്ട് പതുക്കെ ആരും തന്നിട്ടില്ല. കൈക്കൂലി അറിയുന്ന മോശം തന്നെയല്ലേ. നമ്മൾ മേടിക്കാത്ത സാധനം നമുക്ക് തന്നു കിട്ടി പറഞ്ഞാൽ അപ്പോൾ അത് മോശമുള്ള കാര്യം തന്നെയല്ലേ. നമുക്ക് ഇപ്പോൾ നടക്കണ പാർട്ടി തന്നെ വരണം, മുഖ്യമന്ത്രി ഇപ്പോൾ ഇതുവരെത്തെ ആൾ തന്നെ വരണം എന്നല്ലേ നമ്മളെ മനസ്സിലുണ്ടാകുക. ഞാൻ ഇപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒന്ന് വിളിച്ചറിഞ്ഞു പോകുമ്പോഴേക്ക് എൻ്റെ മനസ്സ് അങ്ങനെ ഇട്ടാ. അത് കിട്ടിയിട്ട് ഇപ്പം മരുന്ന് വാങ്ങാണ്ട, മരുന്ന് വാങ്ങാൻ അപ്പോൾ കിട്ടിയിട്ട് വേണം. കൈക്കൂലിയാണ് അവകാശപ്പെട്ട പൈസ അല്ലേ. കൈക്കൂലിയോ? അത് കോൺഗ്രസ്സുകാരല്ലേ പറയുള്ളൂ, അല്ലാതെ വേറൊരാൾ പറയൂല. ഓർക്കത് പറയാം, വേണുവിനത് പറയാം ഇതെന്താണെന്നുള്ളത്. നമുക്ക് കിട്ടണ മാതിരി നമ്മളെ നാട്ടുകാർക്ക് ഉള്ള മാതിരി ഓനത് പറയാൻ പാടില്ലല്ലോ. കൈക്കൂലി എന്ന് പറഞ്ഞ് തെറികേടാണ് അത് പറയാൻ പാടില്ല. ഒരു കോൺഗ്രസ്സുകാരനും പറയാൻ പാടില്ല. അത് എല്ലാവർക്കും ഇപ്പോൾ 3300 രൂപ 200 രൂപ വെച്ചിപ്പോൾ ഈ അടുത്ത മാസം കൂടിയും ഞാനടക്കം വാങ്ങിയതാണ്. അത് കിട്ടിക്കൊണ്ടിരിക്കുക. അത് ഒരിക്കലും മുടക്കാൻ പാടില്ലല്ലോ. അതിനൊക്കെ ഇപ്പോൾ ഓരോരുത്തർ ചിലരൊക്കെ ഉണ്ട് ചട്ടിയും കോലും ഇതും കലവും കൊണ്ട് നടക്കുന്നത്. അതൊക്കെ ഓരോരുത്തർ പരിപാടികളാണ്. UDFൻ്റെ ഒരു നേതാവ് പ്രസംഗിക്കേണ്ടായി പെൻഷൻ കൈക്കൂലിയാണെന്നുള്ളത്, ക്ഷേമ പെൻഷനുകളൊക്കെ. അത് തീർത്തും തെറ്റാണ്. അത് ആ വാങ്ങുന്നവൻ്റെ എന്താ പറയുക അവകാശമാണ്, അല്ലാതെ ഒരാളെയും കൈക്കൂലിയായിട്ട് ബാക്കിയുള്ളതിനെ പറഞ്ഞത് തീർത്തും തെറ്റാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.